നമസ്കാരം. ഇത് എൻ്റെ രണ്ടാമത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യവും മറ്റും പറഞ്ഞിട്ടുള്ളതാണ്. ഈ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്നും ഇത്ര വർഷം ഞാൻ എങ്ങനെയാണ് ഈ വർക്കൗട്ട് മേഖലയിൽ നിൽക്കുന്നതെന്നും കൂടാതെ ഈ ഫിറ്റ്നസ്സിൽ നമ്മുടെ മസിലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൽ ഈ മസിലുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 51 വയസ്സുണ്ടെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ 41ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി ജിംനേഷ്യത്തിൽ പോയി തുടങ്ങുന്നത്. അതുവരെ സാധാരണക്കാരെ പോലെ സാധാരണ ഡയറ്റും മറ്റുമൊക്കെ ആയിട്ട് അത്യാവശ്യം തടിയും വയറും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കലാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ പറയുന്ന ജിംനേഷ്യത്തിൽ പോയി തുടങ്ങിയത്. കരുനാഗപ്പള്ളിയിലുള്ള ഒരു ജിംനേഷ്യത്തിലാണ് ഞാൻ ആദ്യം പോയി തുടങ്ങിയത്. അവിടെ തുടർച്ചയായിട്ടൊരു 1.5 വർഷക്കാലം ഞാനവിടെ വർക്കൗട്ട് ചെയ്തു തുടങ്ങി. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ജിംനേഷ്യം പൂട്ടി പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ആലിംഗളവിലുള്ള ബോഡി ടെക് ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്തായ പ്രസന്നൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ബോഡി ടെക് ഫിറ്റ്നസ് സെൻ്റർ. പ്രസന്നൻ നിലവിലെ കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹിയൊക്കെയാണ്. ഞാൻ ബോഡി ടെക്കിൽ ജോയിൻ ചെയ്തു. പ്രസന്നൻ്റെ അണ്ടറിൽ ഞാൻ ട്രെയിൻ ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്ത് 2ാം വർഷം ഞാൻ കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് പ്രസന്നൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുകയും എനിക്ക് സെക്കൻഡോ തേർഡോ മറ്റു പ്രൈസ് അന്ന് കിട്ടി. അന്ന് തുടങ്ങി ഇതുവരെയുള്ള 6 വർഷക്കാലം ഞാൻ തുടർച്ചയായിട്ട് കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിലും കൂടാതെ ഞാൻ ജോലി ചെയ്യുന്ന കേരള പോലീസ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നുണ്ട്. 2023 മിസ്റ്റർ കൊല്ലം മത്സരത്തിൽ മാസ്റ്റേഴ്സ് മിസ്റ്റർ കൊല്ലം ചാമ്പ്യൻ ട്രോഫി കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ആദ്യത്തെ കുറച്ച് കാലമാണ് എനിക്ക് അത്ര സീരിയസ് ആയിട്ട് ഞാൻ ബോഡി ബിൽഡിങ്ങിനെ കണ്ടിരുന്നില്ല. അതിനുശേഷമാണ് എൻ്റെ ഡയറ്റും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ മാറി ഞാൻ ഇന്നത്തെ ഒരു അവസ്ഥയിലെത്തിയത്. നമ്മുടെ ഫിറ്റ്നസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൽ നമ്മുടെ മസിലുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ പറയുന്ന കാലയളവിലൊക്കെ തന്നെ ഞാൻ കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കൂടുതലും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഇതര മേഖലയിൽ നിന്നൊക്കെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതാണ് മസിലുകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഒരു 30 വയസ്സിന് ശേഷം ഓരോ 10 വർഷം കൂടുമ്പോഴും 3 മുതൽ 5% വരെ നമ്മുടെ മസിൽ ലോസ് ഉണ്ടാകുന്നുണ്ട്. അതൊരു 50 വയസ്സ് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റായി പോകുന്നുണ്ട്. ഈ മസിലുകൾ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി പോലുള്ള അവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവം എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ പറയുന്ന എല്ലാ അവയവങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മസിലുകൾ. മസിലുകൾക്ക് കുറിച്ച് അത്രയധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോഴാണ് മസിലുകൾക്ക് നമ്മുടെ ആയുസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന 30 വയസ്സ് തുടങ്ങി നമ്മുടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ മസിൽ ലോസ് ഉണ്ട്. സാർക്കോപ്പീനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. ഈ മസിലുകളിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, മറ്റു മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് സിന്തസിസ് ചെയ്യുന്നത് നമ്മുടെ ഈ മസിലുകളിലാണ്. കൂടാതെ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോൺ, അതുപോലെ തന്നെ മയോക്കൈൻ പോലുള്ള പ്രോട്ടീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ആയുസ്സിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിലൊക്കെ നിയന്ത്രിക്കുന്നതിന് പ്രധാനപ്പെട്ട പ്രോട്ടീനും ഹോർമോൺസും ഒക്കെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ മസിലുകളിലാണ്. ഈ മയോക്കൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, ഈവൻ നമ്മുടെ ക്യാൻസറിനെ പോലും ചെറുക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഇതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മസിലുകളിലാണ്. അങ്ങനെ അത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് മസിലുകളുടെ പങ്ക്. നമ്മുടെ ശരീരത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഈ പറയുന്ന സ്റ്റോർ ചെയ്യുന്ന ഈ മസിലുകൾ ഈ പറയുന്ന മസിൽ ലോസ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സൂക്ഷിക്കാനോ നമ്മുടെ മസിലുകൾക്ക് കഴിയാതെ വരുന്നു. ആ സാഹചര്യത്തിൽ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ വരികയും അത് മറ്റു അവയവങ്ങളെ ബാധിക്കുകയും അത് നമ്മുടെ ആയുസ്സിനെ ബാധിക്കുകയും ചെയ്യും. ഈ പറയുന്ന സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ മസിൽ ലോസ് എന്ന അവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഫലപ്രദമായ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യുക.
മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതോടൊപ്പം തന്നെ കാർഡിയോയും ചെയ്യുക. അതിന് വേണം വീട്ടിൽ ചെയ്യാവുന്നവർക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ സാർക്കോപ്പീനിയ തടയുന്നത് വഴി സാർക്കോപ്പീനിയ തടയുക മാത്രമല്ല, കൃത്യമായ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ സാർക്കോപ്പീനിയ തടയുക മാത്രമല്ല, നമ്മുടെ മസിലുകൾ റീബിൽഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് തടയാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സാർക്കോപ്പീനിയ നമുക്ക് തടഞ്ഞു നിർത്താം. അതുവഴി നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അതുകൂടാതെ 50 വയസ്സ് കഴിഞ്ഞവരെ പല ആൾക്കാരും നമുക്കറിയാം, ഒന്ന് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അവരുടെ എല്ല് പൊട്ടുക. കാരണം നമ്മുടെ ബോൺ സ്ട്രെങ്ത് കുറയുകയാണ് സമയത്ത് ചെയ്യുന്നത്. ഈ മസിലുകളുടെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ മസിൽ ലോസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോൺ സ്ട്രെങ്തും കുറയുകയാണ്. അതുവഴി ചെറിയൊരു വീഴ്ചയിൽ പോലും ഈ പറയുന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന ടോയ്ലറ്റൊക്കെ വീണ് കാലൊടിഞ്ഞെന്നൊക്കെ പറയും. ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 30 വയസ്സിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന മസിൽ ലോസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായ റെമഡിയാണ് നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യാതെ, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം ഈ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ ഈ പറഞ്ഞ PCOD, തൈറോയ്ഡ് പോലുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരമാണ് ഈ പറയുന്ന വർക്കൗട്ട്, നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന, അതിപ്പോൾ പ്രായഭേദമന്യേ കുട്ടികളായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, എല്ലാവരും അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ആയുസ് നിലനിർത്തുന്നതിനും അവരുടെ ഈ പറയുന്ന ജിമ്മുകളിൽ പോകുന്നവർ അങ്ങനെ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഈ പറയുന്ന അവരുടെ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യുക. പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ശരീരവും അതുവഴി നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.